ഈ ഒരു ജനറേഷനെ ഒരു എല്ലാവരും മറന്നുപോയ ഒരു ഇൻസിഡന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സിനിമ പറയുന്ന വിഷയം അല്ലെങ്കിൽ അതിന്റെ ധൈര്യം അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. അനുരാജ്, അത്തരത്തിൽ ആ സിനിമ എല്ലാവരും കാണുന്നു, ഇമോഷൻ കുറച്ച് കണക്റ്റഡ് ആണ് സിനിമ, എല്ലാവർക്കും ആ പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. അബിൻ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു റൈറ്റിംഗ് സ്റ്റൈലിൽ? ഇല്ല, അങ്ങനെ സെൻസിറ്റീവ് ഇതിനെ പറ്റി ഒന്നും ടെൻഷൻ ഒന്നും അടിച്ചിട്ടില്ല. നമ്മള് ഈ ഒരു ക്യാരക്ടർ അയാളുടെ ഒരു ജേണിയാണ്, അപ്പൊ അത് പരമാവധി എൻഗേജിങ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഹ്യൂമൻ ഇമോഷൻസ് ഹൃദയം ഉള്ളത് കൊണ്ടാണ് കരയാൻ പറ്റുന്നത്. ഇപ്പം ആണുങ്ങൾ കരയുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ പലപ്പോഴും. കോൺട്രവേഴ്സി ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, അത് അനുരാജും ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, പ്രൊഡ്യൂസേഴ്സും ഉദ്ദേശിച്ചിട്ടില്ല, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഒരു കഥ പറയുക, അതിന്റെ ഇമോഷൻ ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ ഉരുകളിൽ പോയി ഇവരുടെ സംസാരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് കൂളാക്കുന്ന പ്രൊസീജിയർ ഉണ്ടായിരുന്നു ശരിക്കും. അവരുടെ തനത് കലാരൂപങ്ങൾ പാട്ട് പാടിപ്പിക്കുക, അവരുടെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടികൾ നമ്മൾ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാൻ സാധിച്ചു. തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഒരു മിനിറ്റ് ഇരുന്ന് പോയി എന്നുള്ളൊരു കമന്റാണ് എനിക്ക് ഭയങ്കര. ഇപ്പോൾ ഓർമ്മ കുഞ്ഞ് ഒരു 15-17 വയസ്സിലുള്ള ഒരു പെൺകുട്ടി, അപ്പോൾ അവര് പറഞ്ഞവർ കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാനും കരഞ്ഞു. നിങ്ങളുടെ ഷെമീറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറച്ച് സൈക്കോ പരിപാടിയാണ്, എന്നാലും നമ്മള് കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷെ അത് സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് ഉറപ്പായിട്ടും അവന്റെ ചില ജഡ്ജ്മെന്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്.